ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിസ്റ്റോറിയയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സ് അനലൈസിംഗ് ആണ്. കഴിഞ്ഞകാല എക്സാമുകളിൽ ഇപ്രാവശ്യത്തെ നമ്മൾ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് 2018 നടന്നിട്ടുള്ള ഒരു എക്സാമിന്റെ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെ. അപ്പൊ ക്ലാസ് കാണുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടിട്ടില്ലാത്തവരെ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ആവറേജ് ഓഫ്, അതായത് ആവറേജ് ശരാശരിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്നിട്ട് ശരാശരി കാണേണ്ടത് 14, 11, 8 x 19 is 13. The value of x is dash, അതായത് 14, 11, 8 x 19. ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത് 13 ആണ്. നമുക്ക് കിട്ടേണ്ടത് ദ വാല്യൂ ഓഫ് എക്സ്, ഈ എക്സ് എത്രയാണെന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം അല്ലെ. ആവറേജ് എങ്ങനെയാണ് കാണുക? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ അല്ലെ. ഈ നമ്പർ അതായത് തുക ഡിവൈഡഡ് ബൈ എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരാശരി കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 14, 11, 8 x 19. ഇത് എത്രയാണെന്നാ പറഞ്ഞിട്ടുള്ളത്? 13 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് ഇത് എത്ര എണ്ണം ഉണ്ടെന്നുണ്ടെന്നു? 1, 2, 3, 4, 5 എണ്ണം ഉണ്ട്. ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. 14, 11, 8 x 19. ഇതെല്ലാം കൂടി ആദ്യം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറഞ്ഞു തരുന്നേ. ഓക്കെ, ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. 5 എങ്ങനെ കിട്ടിയത്? എത്ര എണ്ണം ഉണ്ട് നോക്കുക. ഓക്കെ, അപ്പൊ അതെന്താന്ന് പറഞ്ഞിട്ടുണ്ട്? 13 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് എത്രയാന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. ഓക്കെ, 14, 11, 8, 19 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 52x എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 5. ഓക്കെ, അത് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 13 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ 13ന്, ഈ എക്സിന് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ എക്സ് എത്രയാണെന്ന് കാണണമെങ്കിൽ 13 × 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 65 കിട്ടും. ഓക്കെ, ഈക്വൽ ടു 52x. then x equal to 65 minus 52. എത്ര കിട്ടുക? 13 എന്ന് ആൻസർ കിട്ടും. എക്സിന്റെ വാല്യൂ എത്രയാണ്? 13 എന്ന് നമുക്ക് കിട്ടും. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ എപ്പോഴും ചോദിക്കാറുണ്ട്. എക്സ് തന്നിട്ട് എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒരുപാട് എക്സാമുകളിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കും. ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ഏറ്റവും കൂടുതലായി ചോദിച്ചു കണ്ടിട്ടുള്ള ആവറേജിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാല്യൂ ഓഫ്, ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് എമംഗ് ദ ഫോളോയിങ്? തന്നിട്ടുള്ളതിലെ ഏറ്റവും വലുത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതും ആ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ പേപ്പർ, ഇതോ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. 2018 ജൂനിയർ അസിസ്റ്റന്റ് കേഷ്യർ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഡിഗ്രി ലെവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? എ ഓപ്ഷൻ എ 3/4, ബി 5/8, സി 9/13, ഡി 5/9. ഓക്കെ, ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലുത് ഏതാണെന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഓപ്ഷനും രണ്ടാമത്തെ ഓപ്ഷനും കൂടിയിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എടുത്തെഴുതാം 3/4 അതുപോലെ തന്നെ 5/8. ദെൻ ഇതിനെ നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 3, 8. ഓക്കെ, 3, 8 എത്രയാണ്? 24. ഓക്കെ, അതുപോലെ ഇതിന്റെ അടിയത്തെ ഛേദത്തെയും ഈ അംശത്തെയും തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 4, 5, 20 ആണ്. ഓക്കെ, ഓക്കെ, അപ്പോ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 24 ആണ്. സോ 3/4 ആണ് 24ന്റെ. ഓക്കെ, 3 × 8 24 അല്ലേ. അപ്പോ ഇത് നമുക്ക് വലുതായിട്ട് എടുക്കാം. ഈ രണ്ട് സംഖ്യയിലെ ഏറ്റവും വലുത് ഏതാണ്? 3/4 ആയിട്ട് നമുക്ക് ലാർജ് ഏതായിട്ട് എടുക്കാം? 3/4 നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് 5/8 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സെയിം അടുത്തത് നമുക്ക് എയും സിയും തമ്മിൽ നമ്മൾ നോക്കാം ഏതാണ് ഏറ്റവും വലുതെന്ന്. ഓക്കെ, ഏതൊക്കെയാണ്? 3/4 അതുപോലെ തന്നെ 9/13 അല്ലെ. 3 × 13 ചെയ്യാം. 3 × 13 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 3, 3, 9, 1, 3, 3 അല്ലെ, 39 കിട്ടും. ഓക്കെ, 9, 4 എത്രയാണ്? 9, 4, 36. ഓക്കെ, 9, 4, 36. അപ്പൊ ഏറ്റവും വലുത് ഏതാണ്? 3/4 ആണ്. ഓക്കെ, അപ്പൊ ഇതും ക്യാൻസൽ ആയി പോയി. ഇനി എയും ഡിയും കൂടിയിട്ട് നോക്കാം. അതായത് 3/4 5/9. ഓക്കെ, 9, 3 എത്രയാണ്? 27.
അതുപോലെ 4×5 20. ഏറ്റവും വലുത് ഏതാണ്? 3/4 ആണ്. അപ്പൊ തന്നിട്ടുള്ളതിലെ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 3/4 ആണ്. അപ്പൊ എയും ബിയും കൂടിയിട്ട് നമ്മൾ നോക്കി, അതിൽ എ ആണ് ഏറ്റവും വലുതെന്ന് കിട്ടി. ദെൻ എയും സിയും നോക്കി, അതിൽ ഏറ്റവും വലുത് എ ആണ്. അങ്ങനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുക. ഏറ്റവും വലുത് ഏതാന്ന് നമുക്ക് ലാസ്റ്റ് കിട്ടും. അപ്പൊ 3/4 ആണ് തന്നിട്ടുള്ളതിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാം അല്ലെ. If A is to B equal to 2:3, B is to C equal to 4:5, then find out A is to B is to C എത്രയാണെന്ന് കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് A is to B എത്രയാന്ന് തന്നിട്ടുണ്ട്? 2:3 ആണ് തന്നിട്ടുണ്ട്. C is to D എത്രയാന്ന് തന്നിട്ടുണ്ട്? 4:5 ആണ് തന്നിട്ടുണ്ട്. ഈ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? A is to B is to C എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? എ ബി എത്രയാണ്? 2:3 അല്ലേ? അത് നമ്മൾ അതുപോലെ തന്നെ എഴുതുന്നു. സി ഡി, ബിയുടെ തൊട്ടടിയിലായിട്ട് നമ്മൾ സി ഡി എഴുതുക, അതായത് 4:5 എഴുതുക. ദെൻ ഇവയെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 2×4 ചെയ്യുക, 3×4 ചെയ്യുക, 3×5 ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A:B:C എത്രയാണ് നമുക്ക് കിട്ടും. അപ്പൊ എന്താണ്? 2×4 എത്രയാണ്? 4×2 8, 3×4 12, 5×3 15. A:B:C എത്രയാണ്? 8:12:15 ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സിമ്പിൾ അല്ലേ? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും കാണാറുണ്ട് കേട്ടോ, ഒരു മാർക്കിനെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നില്ലേ? ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 2:A+B = 4×8×16, then A+B² ഡാഷ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, അതായത് 2:A+B എന്ന് പറയുന്നത് 4×8×16 ആണ്. A+B² എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഈ 4-നെയും 8-നെയും 16 ഒക്കെ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ഫോമിലേക്ക് എഴുതാം. 2:A+B എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് എഴുതാം. അതായത് 4-നെ നമുക്ക് എങ്ങനെ എഴുതാം? 2² എന്ന് എഴുതിക്കൂടെ? 8-ന് നമുക്ക് 2:3 എന്ന് എഴുതിക്കൂടെ? അതുപോലെ 16-ന് നമുക്ക് 2:4 എന്ന് എഴുതിക്കൂടെ? മനസ്സിലാവാത്ത ഒരു 2² എന്ന് വെച്ചാൽ 2×2 ആണ് കേട്ടോ. 2:3 എന്ന് വെച്ചാൽ 2×2×2. ഓക്കെ, 2:4 എന്ന് വെച്ചാൽ 2-ന് 4 പ്രാവശ്യം, അതായത് 2×2×2×2. അതാണ്, തീരെ അറിയാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ. ദെൻ 2:A+B = നമുക്ക് 2 മാത്രം പുറത്തേക്ക് എടുക്കാം. ദെൻ 2 + 3 + 4 ആ ഒരു ഫോമിലേക്ക് എഴുതാം. 2 + 3 + 4. ഓക്കെ, അപ്പോ 3 + 2 5, 5 4 9 ആണ്. 2⁹ എന്ന് നമുക്ക് കിട്ടും. എത്ര കിട്ടും? 2⁹ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 2:A+B = 2⁹ എന്ന് കിട്ടും. അതായത് A+B = എത്രയാണ്? അപ്പോ A+Bയുടെ സ്ഥാനത്ത് ഇവിടെ എത്രയാണ് കിടക്കുന്നത്? 9 ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് A+B കാണാനാണോ ചോദിച്ചിട്ടുള്ളത്? അല്ല, A+B² കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ A+B 9 ആണെങ്കിൽ A+B² എത്രയായിരിക്കും? 9² ആയിരിക്കും. അതായത് 9² എന്ന് വെച്ചാൽ 9×9 എത്രയാണ്? 81 ആണ്. വളരെ സിമ്പിൾ അല്ലേ കണക്ക്? ഒന്നുകൂടി പറയാട്ടോ. 2:A+B = എത്രയാണ്? 4×8×16. ദെൻ A+B² എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4, 8, 16. ഇതിനെ നമ്മൾ എന്ത് ഫോമിലേക്ക് എഴുതി? 2:2×2:3×2:4 ഫോമിലേക്ക് എഴുതി. അതിനുശേഷം മുകളിലത്തെ സംഖ്യകളെല്ലാം തമ്മിൽ ആഡ് ചെയ്തു. അപ്പൊ A+B എത്രയാന്ന് കിട്ടി? 9 ആണെന്ന് കിട്ടി. A+B എല്ലാം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് A+B² ആണ് ചോദിച്ചിട്ടുള്ളത്. സോ 9² എത്രയാണ്? 81 ആണെന്ന് കിട്ടി. ഓക്കെ, ഈ ഒരു ടൈപ്പും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതും എന്താണ്? ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എക്സ് ആണ്. എക്സിന്റെ വാല്യൂ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. √125 + √500 = x√5. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് നോക്കാം കേട്ടോ. √125നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 25×5 എന്ന് നമുക്ക് എഴുതിക്കൂടെ? 125നെ. ഓക്കെ, എങ്ങനെ എഴുതാം? 25×5 നമുക്ക് എഴുതാം. പ്ലസ് 500നെ നമുക്ക് എങ്ങനെ എഴുതാം? 100×5 എന്ന് എഴുതിക്കൂടെ നമുക്ക്? ഓക്കെ, ദെൻ x√5. ഓക്കെ, ദെൻ എന്ത് ചെയ്യാം? ഈ √25 എന്ന് പറയുന്നത് 5 ആണല്ലോ. റൂട്ട് കളയാൻ വേണ്ടിയിട്ട് √25 എന്ന് വെച്ചാൽ 5 ആണ്. ഓക്കെ, അപ്പൊ 5. ദെൻ റൂട്ടിന്റെ ഉള്ളിൽ എന്താ കിടക്കണത്? 5 തന്നെ അല്ലെ. അപ്പൊ 5√5 പ്ലസ് 100ന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 10. പിന്നെ റൂട്ടിന്റെ ഉള്ളിൽ എന്താണ് ഉണ്ടാവുക? ഈ 5 ആണ്. ഓക്കെ, √5.
ഓക്കെ. ദെൻ ഈക്വൽ ടു എക്സ് റൂട്ട് 5. എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത് കേട്ടോ. ദെൻ ഇതിനെ തമ്മിൽ ആഡ് ചെയ്യാം. 5നെയും 10നെയും കൂടി ആഡ് ചെയ്താൽ 15. ദെൻ റൂട്ട് 5 കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ഒരു റൂട്ട് 5 എടുത്തെഴുതാം. അപ്പൊ ഇത് എന്ത് ഫോമില കിടക്കുന്നത്? എക്സ് റൂട്ട് 5ലാണ്. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 15 ആയിരിക്കും എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് ഈക്വൽ ടു 15 ആണ്. വളരെ സിമ്പിൾ അല്ലേ? 125 നമുക്ക് 25 ഇൻറ്റു 5 എന്ന് എഴുതാം. 500 നമുക്ക് 100 ഇൻറ്റു 5 എന്ന് എഴുതാം. റൂട്ട് 25 എന്ന് വെച്ചാൽ 5 ആണ്. റൂട്ട് 100 എത്രയാണ്? 10 ആണ്. സോ റൂട്ട് 5 കോമൺ ആയിട്ടുള്ളത് കൊണ്ട് 5ഉം 10ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 കിട്ടും. എക്സിന്റെ വാല്യൂ എത്രയാണ്? 15 ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 2018 മാത്സിന്റെ ഭാഗത്ത് ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള 5 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അനലൈസ് ചെയ്തത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കാറുള്ളത് എക്സാമിന്. സോ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.